ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സിന് ഞാൻ എല്ലാവർക്കും സ്വാഗതം. മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞ പടത്തിന്റെ ബുക്കിംഗ് ഓഗസ്റ്റ് 15 തുടങ്ങും എന്നുള്ള അറിയിച്ചു. പിന്നെ ഈ പടത്തിന്റെ തന്നെ 4 days to go പോസ്റ്ററും വന്നു. പിന്നെ ദേവര എന്ന് പറഞ്ഞ പടത്തിലത്തെ സെക്കൻഡ് സിംഗിൾ 80 million+ വ്യൂസ് ഒക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ ഗോട്ട് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞ തലപതി വിജയുടെ പടമല്ല, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഇതാ ഇല്ല അങ്ങനത്തെ ഒരു പടം വരുന്നുണ്ട്. അപ്പോൾ അതിലത്തെ ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്കൻഡ് സിംഗിൾ ഓഗസ്റ്റ് 17 പുറത്തിറങ്ങുമെന്നുള്ള അറിയിച്ചു. പിന്നെ രഘുദത്ത എന്ന് പറഞ്ഞ പടത്തിലത്തെ എഴുന്ത് നിன்று പോരിട് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങി. പിന്നെ കെൽ കെൽമ എന്ന് പറഞ്ഞ പടത്തിലത്തെ ചൽവേ ദില എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടും പുറത്തിറങ്ങി. പിന്നെ മുറാറി എന്ന് പറഞ്ഞിട്ട് ഒരു പടം 4K റിലീസ് ചെയ്തിരുന്നു, മഹേഷ് ബാബുവിൻ്റെ പടം. അത് 4 ദിവസം കൊണ്ട് 8.75 കോടിയാണ് നേരിട്ടുള്ളതെന്ന് അറിഞ്ഞു. പിന്നെ തങ്കല എന്ന് പറഞ്ഞ പടത്തിന്റെ ഫൈനൽ കോപ്പി ലോക്ക്ഡ് ആൻഡ് റെഡി ആയിട്ടുണ്ട്. പിന്നെ പടത്തിന്റെ എപ്പിക് പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ പടത്തിന്റെ ബുക്കിങ്ങും സ്റ്റാർട്ട് ആയിട്ടുണ്ടായിരുന്നു. ഭയങ്കര സ്പീഡിൽ ബുക്കിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. എന്തായാലും 80,000 കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട് ബുക്ക് മൈ ഷോയിൽ ഈ പടത്തിന്. പിന്നെ 9 നെട്രിക്ക എന്ന് പറഞ്ഞ പടം പുറത്തിറങ്ങിയിരുന്നു. അതിപ്പോൾ ഇറങ്ങിയിട്ട് 3 വർഷമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പോസ്റ്റർ വന്നു. പിന്നെ നുണക്കോഴി എന്ന് പറഞ്ഞ പടത്തിൻ്റെയും ഫൈനൽ മിക്സിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ പടത്തിൻ്റെ 2 days to go പോസ്റ്ററും വന്നു. പിന്നെ പടത്തിൻ്റെ ബുക്കിംഗ് ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ ആംഗ്രി യങ് മാൻ ദ സാലിം ജാവദ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ഒരു സീരീസ് വരുന്നുണ്ട് ആമസോൺ പ്രൈമിലൂടെ ഓഗസ്റ്റ് 20. അപ്പോൾ അതിൻ്റെ ഒരു പോസ്റ്റർ വന്നു. പിന്നെ ഡബിൾ ഐസ് മാർട്ട് എന്ന് പറഞ്ഞ പടത്തിൻ്റെ 2 days to go പോസ്റ്റർ, അത് വേറെ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. മാഡ്നസ് കാർഡ് ആക്ടിവേറ്റ്സ് ഇൻ 2 days എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ പടം നിസാമിൻ്റെ റിലീസിന് എത്തിക്കുന്നത് പ്രൈം ഷോ ഫിലിംസ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ്. പിന്നെ പടത്തിൻ്റെ ബുക്കിംഗ് ഒക്കെ ഇപ്പോൾ എല്ലായിടത്തും ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ ഹണ്ട് എന്ന് പറഞ്ഞ ഭാവൻ്റെ പടത്തിലത്തെ ക്യാരക്ടർ പോസ്റ്റേഴ്സ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചന്തുനാഥ് എന്ന് പറഞ്ഞ ആളുടെ പേര് ഡോക്ടർ ഷാനവാസ് എന്നുള്ളതെന്ന് അറിയിച്ചു. പിന്നെ രാഹുൽ മാധവിൻ്റെ പേര് അക്ബർ എന്നുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ വിജയകുമാറിൻ്റെ പേര് SP ശ്രീറാം എന്നുള്ളതെന്ന് അറിയിച്ചു. പിന്നെ അനുമോഹൻ്റെ പേര് ഡോക്ടർ അരവിന്ദ് എന്നുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ വേദ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒരു പുതിയ പോസ്റ്റർ വന്നു. ജോൺ അബ്രഹാമാണ് പടത്തിൽ മെയിൻ കഥാപാത്രം എത്തുന്നത്. പിന്നെ കഥ ഇന്ന് വരെ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വരാൻ പോവാണ് നാളെ ഓഗസ്റ്റ് 14 3 മണിക്ക്. പിന്നെ കൊട്ടുകാലി എന്ന് പറഞ്ഞ പടത്തിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങിയിരുന്നു. കണ്ടിട്ട് ഒരു നല്ല പടമുള്ള ചാൻസസ് ഉണ്ട്. ഇതിൽ മെയിനായിട്ട് എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ട്രെയിലറിലുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുത്തിട്ടുള്ളത് കോഴി കൂണവും അതേമാതിരി വെള്ളം കൊൽക്കുഴിഞ്ഞ് തുപ്പണമായിട്ട് ഇതൊക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് കുറച്ച് ഡിഫറെൻ്റായി തോന്നി, പക്ഷെ കുറച്ച് അനായകമാണ് സത്യം പറഞ്ഞാൽ. പിന്നെ പടത്തിൻ്റെ ട്രെയിലർ ഇപ്പോൾ എന്തായാലും 3.5 million+ വ്യൂസ് ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ പടത്തിൻ്റെ 10 days to go പോസ്റ്റർ അതിൽ കൂടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ മിസ്റ്റർ ബച്ചൻ എന്ന് പറഞ്ഞ രവിതേജയുടെ പടത്തിന് യുവഭാരത സർട്ടിഫിക്കറ്റാണ് കിട്ടിയിട്ടുള്ളതെന്ന് അറിയിച്ചു. പിന്നെ മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചലർ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ടീച്ചർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒരു രസമുള്ള ടീച്ചറായിട്ടാണ് തോന്നിയത്. പിന്നെ നിതിലൻ സാമിനാഥൻ അടുത്ത ഒരു പടത്തിനായിട്ട് നയൻതാരയുടെ ഒപ്പം ഒന്നിക്കാൻ പോവുകയാണ്. എന്നുവെച്ചാൽ മഹാരാജ എന്ന് പറഞ്ഞ പടം ഡയറക്റ്റ് ചെയ്ത ആളാണ് നിതിലൻ സ്വാമിനാഥൻ. അപ്പോൾ ആള് ഇനി 9 വെച്ചിട്ടാണ് ഒരു പടം എടുക്കാൻ പോകണമെന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ ലിറ്റിൽ ഹാർട്സ് എന്ന് പറഞ്ഞിട്ട് ഷൈനികത്തിൻ്റെ ഒരു പടം പുറത്തിറങ്ങിയിരുന്നു. അതിപ്പോൾ OTT റിലീസ് ആയിട്ടുണ്ട് ആമസോൺ പ്രൈമിലൂടെ. എന്തായാലും നല്ല പടമായിട്ടാണ് തോന്നിയത് ഞാൻ കണ്ടപ്പോൾ. ഈ പടത്തിൻ്റെ റേറ്റിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10ൽ ഒരു 7 ആയിട്ട് പറയാം. പിന്നെ സുരാജ് വെഞ്ഞാറുമൂടും കുഞ്ചാക്കോബനും കൂടി അഭിനയിച്ച പടമായിരുന്നു ഗിർ എന്ന് പറഞ്ഞിട്ടുള്ള പടം. അത് Disney+ ഹോട്ട്സ്റ്റാറിലൂടെ ഓഗസ്റ്റ് 20 പുറത്തിറങ്ങുമെന്നുള്ള അറിയിച്ചു. പിന്നെ കൽക്കി 2898 AD എന്ന് പറഞ്ഞ പടം ഓഗസ്റ്റ് 23 പുറത്തിറങ്ങുമെന്നുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു OTTയിൽ. അതിപ്പോൾ ആമസോൺ പ്രൈമിലൂടെ പുറത്തിറങ്ങുമെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. ഹിന്ദി വെർഷൻ്റെ അല്ല, ബാക്കിയുള്ള വെർഷൻ തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം ഈ 4 ഭാഷകളിലാണ് പുറത്തിറങ്ങുന്നത് ആമസോൺ പ്രൈമിലൂടെ. മറ്റേ നെറ്റ്ഫ്ലിക്സാണ് എടുത്തിട്ടുള്ളത്, അതിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നിട്ടില്ല. പിന്നെ വാഴ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങിയിട്ട് കണ്ടിട്ട് നല്ലൊരു പടം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ജയ 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 ഹേ ഒക്കെ പോലെ നല്ല കോമഡി പടമായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ശരിപ്പോത ശനിവാരം എന്ന് പറഞ്ഞ പടത്തിൻ്റെ ട്രെയിലർ ഇന്ന് വരും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് 5 മണിക്ക് ലോഞ്ച് ഇവൻറ്റിലൂടെയാണ് പുറത്തിറക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. എന്തായാലും ലോഞ്ച് ഇവൻ്റൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുന്നായിട്ട് വരെ ട്രെയിലർ കട്ടിൻ്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും ട്രെയിലർ ഇപ്പോൾ യൂട്യൂബിൽ വന്നിട്ടുണ്ട്. ഒരു നല്ല ട്രെയിലറായിട്ടാണ് തോന്നിയത്. എന്തായാലും പടം ഓഗസ്റ്റ് 29 വരെ വെയിറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തലപതി വിജയുടെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞ പടത്തിൻ്റെ ട്രെയിലറിൻ്റെ അപ്ഡേറ്റ് എന്ന് വരുന്നുണ്ട്. അത് അർച്ചന കൽപ്പതി തന്നെയായിരുന്നു കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് വെയിറ്റ് ചെയ്തിരുന്നിട്ട് നോക്കി നോക്കുമ്പോൾ ഒരു തേങ്ങയും കാണാനില്ല. പിന്നെ വീണ്ടും അർച്ചന കൽപ്പതിൻ്റെ ഒരു ട്വീറ്റ് ഇട്ടിരിക്കണ്, ട്രെയിലർ റിലീസ് ഡേറ്റ് അപ്ഡേറ്റ് ടുമാറോ at 6 PM എന്നുള്ളത്. എന്ന് വെച്ചാൽ ഇന്ന് വല്ല പോസ്റ്റർ വരുന്നതാണ് പ്രതീക്ഷിച്ചത്, പക്ഷെ അത് വരാതെ ഒരു എഴുത്തിലൂടെ ഒതുക്കി നാളെ ട്രെയിലറിൻ്റെ റിലീസിൻ്റെ അപ്ഡേറ്റ് വരും എന്നുള്ളത് പറഞ്ഞിട്ട്. അപ്പോൾ നാളെ എന്തായാലും ഒരു പോസ്റ്റർ പ്രതീക്ഷിക്കാം. നാളെയും വന്നിട്ട് നാളെ ട്രെയിലർ എന്ന് പറഞ്ഞിട്ട് ഇനി ഒരു പോസ്റ്റ് ഇടാതെ ഇരുന്നാൽ മതിയായിരുന്നു. എന്തായാലും ട്രെയിലർ ഗംഭീരമാവുന്ന തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ മമ്മൂട്ടി ഇന്നൊരു 2 ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഫോട്ടോ ഞാൻ നോട്ടിഫിക്കേഷനായി വന്നപ്പോൾ വിചാരിച്ച് ബസൂക്കയുടെ ടീച്ചറിൻ്റെ വല്ല അപ്ഡേറ്റ് ആവുന്നതാണ്. കാരണം 16 മുന്നായിട്ട് 15 ഒക്കെ ആകുമ്പോൾ ബസൂക്കയുടെ ടീച്ചർ പുറത്തിറങ്ങും എന്നുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് സാധാ ഒരു ഫോട്ടോ ആയിരുന്നു. പിന്നെ അതിന് ശേഷം ഒരു നോട്ടിഫിക്കേഷനോട് വന്നു. അതെടുത്ത് നോക്കിയപ്പോൾ പ്രതീക്ഷ പോലെ ബസൂക്കയുടെ ടീച്ചറിൻ്റെ അപ്ഡേറ്റ് ആണ്. ടീച്ചർ എന്തായാലും 15 മുന്നേ പറഞ്ഞ പോലെ 15 രാവിലെ 10 മണിക്കാണ് പുറത്തിറങ്ങുന്നത്. 10 മണിന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ടായില്ല, പക്ഷേ 15 ആവും എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വരുന്ന 15 രാവിലെ 10 മണിക്ക്
ബസൂക്കയുടെ ടീസർ കാണാം. പോസ്റ്റർ എന്തായാലും ഇതാണ്, വേറെ ലുക്കിലാണ്. ഫസ്റ്റ് ലുക്കിലത്തെ സെക്കൻഡ് ലുക്കിലത്തെ പോലെയല്ല, വേറെ ലുക്കിലാണ്, കണ്ണട വെച്ചിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവർക്കും ബൈ.